നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു മധുരത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. 10 മിനിറ്റിന്റെക്കുള്ളിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പൊ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഒരു തരി ഉണ്ടാകുന്നില്ലെങ്കിൽ റവ തയ്യാറാക്കുന്നത് കണ്ടു നോക്കിയിട്ട് വരാം. ഞാനിവിടെ ചെറിയ റവയിലാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് ഒരു 14-15 തരിയുണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഉരുകിയ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉരുകിയതായതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ ഒഴിച്ചത്. ഇനി ഉരുകാത്ത നെയ്യാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചാൽ മതിയാകും. അത്ര ഈ ഒരു തരിയുണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് മുറുക്കിയിട്ടാണ് ചേർക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായി കിടക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കശുവണ്ടി ഒരു പകുതി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാകെ. മുന്തിരി ഒന്ന് വീർത്ത് വരുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കിത് നെയ്യിന്ന് കോരി മാറ്റിയൊക്കെ ഇത് അവസാനം നമ്മൾ ഉണ്ട പിടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണ്. നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ചെറിയ തരിയുള്ള റവയില്ലേ, ആ ഒരു റവയാണ്. ഇനി വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഇതേപോലെ തന്നെ നമുക്ക് നെയ്യിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. റവ നെയ്യിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് പച്ച റവയില്ല, അതുകൊണ്ടൊന്ന് 5 മിനിറ്റ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് റവ മാത്രമായിട്ടൊരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. റവേന്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരുപാട് വലിപ്പത്തിൽ കിടക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ തരികളായിട്ട് കിടക്കുന്നതാണ്. അപ്പൊ നമ്മള് ഒരുപാട് കനത്തിലാണ് ചിരകിയിരിക്കുന്നതെങ്കിൽ മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒരു തവണ മാത്രം ഒന്ന് തിരിച്ചിട്ട് കനം കുറച്ചെടുക്കണേ, ചെറിയ തരികളാക്കി എടുക്കണം. അപ്പൊ 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒക്കെ വറുത്തെടുത്താൽ മതിയാകും. ഇപ്പൊ റവ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് ഒക്കെ ആയി കാണുക. ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഇപ്പോഴും മീഡിയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. 1/2 കപ്പ് പാല് മതിയാകും ഈ ഒരു 1 കപ്പ് റവയിലേക്ക്. പാല് 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇത് നമുക്ക് 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാല് ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്നതാണ്. ഇനി തിളപ്പിച്ച പാൽ ഇല്ലെങ്കിൽ നമ്മൾ റവ വറുക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തടുപ്പിലേക്ക് ഒന്ന് പാല് തിളയ്ക്കാനായിട്ട് വെച്ചാൽ മതി. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തു. പിന്നെ വീണ്ടും ബാക്കിയുള്ളതിന് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ടാണ് മിക്സ് ആക്കിയത്. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കാരണം റവ ഡ്രൈ ആയിട്ട് ഇരിക്കുകയല്ലേ. അതിലേക്ക് പാല് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഒരേ ഭാഗത്തേക്ക് തന്നെ വലിഞ്ഞു പോകും. അതുകൊണ്ട് 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ആക്കി എടുത്താൽ മതി. പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് വറുത്ത് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലി കളഞ്ഞിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് ഇപ്പൊ തന്നെ പൊടിച്ചെടുക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ റവയിട്ട് വറുക്കുന്നതിന് മുമ്പായിട്ട് പൊടിച്ചു വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി ഈ റവ ചൂടോടുകൂടി തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ളു മതി, കൂടുതലായി പോകണ്ട. അതുപോലെ തന്നെ നമ്മളിപ്പോ ഏലക്ക കൂട്ടിയിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആദ്യം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ റവേന്റെ ചൂട് കൊണ്ട് പഞ്ചസാര അങ്ങ് അലിഞ്ഞോളും. ആദ്യം തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പഞ്ചസാരയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ ഒന്ന് കഴുകിയിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിട്ട് ഇത് ചെറിയ ഉണ്ടകളാക്കിയിട്ട് പിടിച്ചെടുക്കാം. ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഉരുട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ലഡുവിനൊക്കെ ഉരുട്ടുന്ന പോലെ തന്നെ കൈ കൊണ്ടൊന്ന് അമർത്തി ഉരുട്ടിയാൽ മതിയേ. പൊടിഞ്ഞു പോകുന്നില്ല, നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കാം. ഇനി ഇത് കുറച്ചും കൂടെ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതേപോലെ എല്ലാം അങ്ങ് ഉരുട്ടിയെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റവേന്റെ ചൂട് പോകുന്നതിന്റെ മുമ്പ് തന്നെ പഞ്ചസാര ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഉരുട്ടുന്നതിനിടയ്ക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് നെയ്യൊന്ന് തടവിട്ട് വീണ്ടും ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എല്ലാ ഉണ്ടയിലേക്കും ഉണ്ടാവണേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ചില ഉണ്ടയിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഉണ്ടാവില്ല, ചിലതിൽ കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പൊ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുത്താൽ മതി.
എളുപ്പമല്ല റവ ലഡു ഉണ്ടാക്കാൻ. 10 മിനിറ്റ് മതി. 10 മിനിറ്റ് തന്നെ വേണമെന്നില്ല. റവയും തേങ്ങയും ഒന്ന് വറുത്തെടുക്കുക, പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തത് ചേർക്കുക, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നന്നായിട്ട് അങ്ങ് ടൈറ്റ് ആയിട്ട് അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ് ഉണ്ടാക്കിയെടുക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറെ ദിവസമൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പാല് ചേർത്തിട്ടല്ലേ മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് 3-4 ദിവസമൊക്കെ കേടാകാതെ പുറത്ത് തന്നെ ഇരുന്നോളും. അതിൽ കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കണം. പക്ഷെ അത്ര ദിവസമൊന്നും ഇരിക്കൂല, കാരണം നല്ല ടേസ്റ്റ് ആണ്, നമ്മൾ തന്നെ എടുത്ത് കഴിച്ചോളും. ഞാനിപ്പോ 1 കപ്പ് റവയ്ക്കുള്ള തരി ഉണ്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, റവ ലഡു. ഇതൊരു 14 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. ഇനി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയൊരു അളവിൽ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുക. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊന്ന് പൊളിച്ചും കൂടെ കാണിക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. ഇതിപ്പോ ഉണ്ടാക്കി ഉടനെ പൊളിച്ച് കാണിക്കുന്നതാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് മുറുകി വന്നോളും. അപ്പൊ ഈ ഒരു തരി കൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ല, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഫോണിലോട്ട് വന്നോളൂ. അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.